3 റൈറ്റൺ ബൈ റോസ്. ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പുതുപ്പെണ്ണിനെ ഇതുവരെ താഴേക്ക് കണ്ടില്ലല്ലോ എന്ന്. അല്ലേ സുമേ? അടുത്തിരിക്കുന്ന അവരുടെ അതേ പ്രായമുള്ള സ്ത്രീയോടായി പറയുന്ന കേട്ട് ഭദ്ര ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. രണ്ടാളെയും നോക്കി. വീട് നിറയെ ആളുകളാണ്. എല്ലാവരും എന്തൊക്കെയോ പറയുന്നു ചെയ്യുന്നു. ഓരോ തിരക്കിലാണ്. കുറച്ചു പേരൊക്കെ ഇന്നുകൂടി നിന്നിട്ട് നാളെ രാവിലെയാകും പോകുന്നത്. ചിലരൊക്കെ പോകാനിറങ്ങുന്ന തിരക്കിലാണ്. യാത്ര പറയുന്നുമുണ്ട്. മോളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇവിടെ വാ, ഇരിക്ക്. നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. നാളെ രാവിലെ ഞങ്ങളൊക്കെ അങ്ങ് പോകും. ശിവനെ ഒന്ന് നോക്കിയിട്ട് ഭദ്ര മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവർക്കടുത്തേക്കിരുന്നു. ശിവൻ ആരോടോ സംസാരിക്കുവാണ്. ഇടയ്ക്കിങ്ങോട്ട് അവളെ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുമുണ്ട്. ഒരു ശ്രദ്ധ അവളുടെ മേലുണ്ടെന്ന് സാരം. മോൾക്ക് ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായോ? ഇവിടുത്തെ അമ്മയില്ലേ, ശിവൻ്റെ അച്ഛൻ്റെ അമ്മ. അവളുടെ സഹോദരിയാണ് ഞാൻ. ഇവളെൻ്റെ ആങ്ങളയുടെ ഭാര്യ. ഇവിടെ അടുത്താണോ അമ്മയുടെയൊക്കെ വീട്? അയ്യോ അല്ല, കുറേ ദൂരമുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ കുടുംബത്തിൽ ആരുടെയെങ്കിലും കല്യാണമോ മറ്റോ വരണം, ഇങ്ങനെ കാണാനും സംസാരിക്കാനുമൊക്കെ. ഇപ്പോൾ 3 വർഷം കൂടിയാ ഇങ്ങനെ എല്ലാവരും കൂടുന്നത്. അവർ പറഞ്ഞതും ഭദ്ര എല്ലാം ഒരു കേൾവിക്കാരിയെ പോലെ കേട്ടിരുന്നു. അവരോട് സംസാരിച്ചതിൽ നിന്ന് അവരൊന്നും അത്ര കുഴപ്പക്കാരല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം ഇരിക്കാൻ അവൾക്കിഷ്ടം തോന്നി. ഇവിടുത്തെ അച്ചമ്മയേക്കാൾ സ്നേഹമുണ്ട് അവർക്കൊക്കെ എന്നവൾക്ക് തോന്നി. എന്തായാലും അവിടെ കൂടെ തന്നെ ഇരിക്കാൻ അവൾ തീരുമാനിച്ചു. ഇടയ്ക്ക് ആരൊക്കെയോ വന്ന് അവളോട് മിണ്ടി പറഞ്ഞിട്ട് പോകും. അവരുള്ളത് കൊണ്ട് കൂടുതൽ ചോദിക്കാനും ആരും വന്നില്ല. അവർക്കിടയിലേക്ക് കയറാതെ എല്ലാവരും അവളോട് മിണ്ടിയിട്ട് പോയി. അതൊരു കണക്കിന് ആശ്വാസമായാണ് ഭദ്രയ്ക്ക്. താഴേക്കിറങ്ങി വരാൻ ധൈര്യം കാണിച്ചെങ്കിലും മറ്റുള്ളവരുടെ ചോദ്യം എങ്ങനെയാണെന്നുള്ള പേടി അവൾക്കുണ്ടായിരുന്നു. നേരത്തെ തന്നെ ചന്ദ്രികയും ശിവനുമൊക്കെ എങ്ങനെ അവളോട് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ഭദ്ര അതുപോലെ തന്നെയാണ് അവരോട് പറഞ്ഞതും. ഭദ്രേ, മോളെ ചായ വേണ്ടേ? ഇടയ്ക്ക് ചന്ദ്രിക വന്ന് ചോദിച്ചതും അവൾ തലയാട്ടി. നിന്റെ മരുമകൾ കൊള്ളാം കേട്ടോ, ഞങ്ങൾക്കിഷ്ടമായി. അതിന് ചന്ദ്രിക ഭദ്രയെയും അവരെയും നോക്കി ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. ആളുകളല്ലേ, അവർക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും ഈ അഭിപ്രായം മാറ്റിപ്പറയാം. അതുകൊണ്ട് അതിൽ വിശ്വസിക്കേണ്ട. ഭദ്ര ചായ കുടിക്കുമ്പോൾ ശിവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി. ആളെ അവിടെ എങ്ങും കാണാനില്ല. മിക്കവാറും ആരെങ്കിലും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി കാണും. ഭദ്ര ഇങ്ങ് വന്നേ. അവളുടെ അതേ പ്രായമുള്ള ഒരു പെണ്ണും അവളുടെ അമ്മയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയുമാണ്. ഭദ്ര എന്തെങ്കിലും പറയും മുന്നേ ആ പെണ്ണ് ഭദ്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോകാനായി. അവളാകെ പേടിച്ചു പോയിരുന്നു. എന്തോ കൊല്ലാനൊക്കെ കൊണ്ടുപോകും പോലെയാണ് അവരുടെ കാട്ടായം. കയ്യിലിരിക്കുന്ന ചായക്കപ്പ് എങ്ങനെയോ അവൾ മേശപ്പുറത്ത് വെച്ചിട്ട് അവർക്കൊപ്പം പോയി. ആരും പെട്ടെന്ന് ഇതൊന്നും ശ്രദ്ധിച്ചതുമില്ല. അവൾ എന്തെങ്കിലും പറയും മുന്നേ അവരവളെയും കൊണ്ട് ഒരു റൂമിലേക്ക് കയറിയിരുന്നു. കയറുക അല്ല, അവളെ അതിനുള്ളിലേക്ക് തള്ളുകയാണെന്ന് പറയാം. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത മുറിയും ഇടവുമാണ് അത്. നിന്നെ ഞങ്ങളൊന്ന് കാണാനിരിക്കുമായിരുന്നു ശരിക്കും. രണ്ടാളും അവളെ നോക്കി ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഭദ്രയ്ക്ക് അവർ പറയുന്നത് എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല. അവരെയൊക്കെ അവൾ ആദ്യമായി കാണുകയായിരുന്നു. കല്യാണത്തിനിടയ്ക്കോ മറ്റോ അവർ കണ്ടെങ്കിൽ കണ്ടു. ഡി, ചോദിച്ചത് കേട്ടില്ലേ നീ? നിനക്കൊന്നും മനസ്സിലാവില്ലല്ലേ? ഞങ്ങളുടെ കുടുംബത്തിലെ കൊച്ചിനെ കരയിപ്പിച്ചിട്ട് എവിടുന്നോ വന്ന് നീ ഇവിടെ കയറി റാണിയായി ജീവിക്കാമെന്ന് കരുതിയോ? പറയടി. അപ്പോൾ അതാണ് കാര്യം. ധന്യയോടും അവളുടെ അമ്മയോടുമൊക്കെ കൂറുള്ള ആളുകളാണ്. ആ, എല്ലാവരും ഒരു കുടുംബക്കാരല്ലേ, തെറ്റ് പറയാൻ പറ്റില്ല. അവർ നോക്കുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള പെണ്ണിൻ്റെ കണ്ണീരല്ലേ അവർ നോക്കുന്നത്. അതും എവിടുന്നോ കയറി വന്ന ഒരുത്തിക്ക് കാരണം. അതത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. ഡി, എന്താടി നീ ഞങ്ങളെ നോക്കി പെറുപെറുക്കുന്നത്? ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോടല്ല, ശിവേട്ടനോട് ചോദിക്കാം. ഞാനല്ല, അദ്ദേഹമാണ് ധനിയെ വേണ്ടെന്ന് വെച്ചത്. അല്ലെങ്കിലും നിർത്തടേ. നീ ഒരുത്തിയ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരെ പിരിച്ചത്. അതുകൊണ്ട് നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. ഞങ്ങൾക്കാർക്കും ഒന്നും അറിയില്ലെന്ന് കരുതരുത്. ഞങ്ങളുടെ കുഞ്ഞിനെ കരയിപ്പിച്ച് നീ ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടോയെന്ന്. നിങ്ങൾക്കൊക്കെ എന്താ? എന്നോടാണോ ഇതൊക്കെ ചോദിക്കേണ്ടത്? ഞാനാണോ? മിണ്ടരുത് നീ. മിണ്ടിയാൽ നിങ്ങളൊക്കെ എന്നെ എന്തു ചെയ്യും? ഭദ്രയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഇങ്ങനെയൊന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്നറിയാമെങ്കിലും ഇത്രയും കരുതിയില്ല. ഇങ്ങനെയൊരു സംഭവം ഇവിടെ നടക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല. ആദ്യത്തെ പകപ്പ് മാറിയതും മുന്നിൽ നിൽക്കുന്ന 2 പേരെയും കണ്ട് അവൾക്ക് രണ്ടിനോടും നല്ലത് പറയാനാണ് തോന്നിയത്. വാതിലും അടച്ചു കുറ്റിയിട്ടിട്ട് തന്നെ പേടിപ്പിക്കാനിറങ്ങിയേക്കുന്നു.
ഇതിലും വലുത് കണ്ടവളാണ് ഭദ്ര. ഇതിലും വലിയ ആളുടെ കൂടെയാണ് ഇത്രയും നാളും ജീവിച്ചത് പോലും. ഭദ്ര രണ്ടുപേരെയും മൊത്തത്തിലൊന്ന് നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിക്കേ. ശിവേട്ടനോടോ ഏട്ടൻ്റെ അച്ഛനോടോ അമ്മയോടോ അങ്ങനെ ആരോടെങ്കിലും. അവർ പറയും നിങ്ങളുടെ സംശയങ്ങളൊക്കെ. അല്ലാതെ എന്നോടല്ല ഇതൊന്നും ചോദിക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾക്ക് എന്തേലും ചോദ്യങ്ങൾ ചോദിക്കാനാണോ അത് തീരും വരെയുള്ള ഉത്തരങ്ങൾ അവർ തരും. ഭദ്ര വല്ലാത്തൊരു ഉറപ്പോടെ പറഞ്ഞതും ചോദിക്കാൻ വന്നവളുടെയും അവളുടെ കൂടെ നിന്നവളുടെയും വാ അടഞ്ഞു പോയിരുന്നു. ഭദ്രയെ പാവം പോലെ കരുതിയാണ് ഇത്രയും നേരം ആളുള്ള വീട്ടിൽ വെച്ച് രണ്ടെണ്ണം ചോദിക്കാൻ വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അവൾ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന്. മാത്രവുമല്ല അധിക നേരം ഇവിടെ നിന്നാൽ ചിലപ്പോൾ ആരെങ്കിലും അറിഞ്ഞ് അതൊരു വലിയ പ്രശ്നമാകും. ശിവൻ ഇതൊന്നും കണ്ട് അടങ്ങിയിരിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇല്ലെങ്കിൽ മാറ്, എനിക്ക് പോകണം. അവരൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഭദ്ര രണ്ടാളെയും ദഹിപ്പിച്ചു നോക്കിയിട്ട് അവരെ മറികടന്ന് വാതിലിനടുത്തേക്ക് നടന്നു. തുറന്ന് പുറത്തേക്കിറങ്ങും മുന്നേ രണ്ടാളെയും ഒന്ന് ദഹിപ്പിച്ചു നോക്കാനും മറന്നില്ല. ഇനി ഇതുപോലുള്ള ഷോയുമായി എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. അത്രയും പറഞ്ഞവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. കണ്ടില്ലേ അവളുടെ അഹങ്കാരം. ചേച്ചി പറഞ്ഞ നേരാ. ഇവിടെയുള്ള എല്ലാവരെയും മയക്കി വെച്ചേക്കുക. ആട്ടക്കാരി. നമുക്ക് പോകാം അമ്മേ. ആരെങ്കിലും കണ്ട വന്നാൽ പിന്നെ അത് മതി. പ്രത്യേകിച്ച് ശിവേട്ടൻ. ബാ നമുക്ക് പോയേക്കാം. ഭദ്ര പോയതിന് പിന്നാലെ അവരും ഇറങ്ങി. ആരും ഒന്നും കണ്ടില്ലെന്ന് കരുതിയാണ് അവർ പോയതെങ്കിലും ഇതെല്ലാം രണ്ട് കണ്ണുകൾ കണ്ടത് അവരറിഞ്ഞതുമില്ല. അവരെ തന്നെ വീക്ഷിച്ചുകൊണ്ട് അയാളും അവിടെ നിന്ന് പോയി. മോൾ എവിടെയായിരുന്നു? എന്തു പറ്റി മുഖമൊക്കെ ആകെ? ഒന്നുമില്ലമ്മേ, രാവിലെ മുതൽ മുഖത്തൊക്കെ മേക്കപ്പല്ലായിരുന്നു. അതാവും. അമ്മ ശിവേട്ടനെ കണ്ടോ? അവന് റൂമിലേക്ക് പോയിട്ടുണ്ട്. മോള് പോയി അവനെ കൂട്ടിക്കൊണ്ടു വാ. എന്തെങ്കിലും കഴിക്കണ്ടേ? എല്ലാവരും നിങ്ങളെ നോക്കിയിരിക്കുക. വരാം അമ്മേ. ഭദ്ര പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി. വന്നേക്കുന്നു. ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത രണ്ടെണ്ണം. ഓരോന്ന് ചോദിക്കാൻ കണക്കിന് രണ്ടെണ്ണം കൂടി പറയേണ്ടതായിരുന്നു. ഭദ്ര പെറുപെറുത്തുകൊണ്ട് ആരെയും നോക്കാതെ തൻ്റെ റൂമിലേക്ക് കയറി. അവൾക്ക് നല്ല അരിശം വരുന്നുണ്ടായിരുന്നു. എന്താ പെണ്ണെ ഒറ്റയ്ക്കൊരു സംസാരം? അകത്ത് കയറി വരുന്നവളെ കണ്ട് ശിവൻ ചോദിച്ചു. അവൾ തനിയെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടായിരുന്നു അകത്തേക്ക് കയറി വന്നത്. ഒന്നുമില്ല, ഞാൻ വെറുതെ. ഇപ്പം അവനോട് എന്തെങ്കിലും പറയാൻ പോയാൽ ശരിയാവില്ല. തന്നെ പിടിച്ച് റൂമിൽ കയറ്റി അത്രയൊക്കെ സംസാരം ഇവിടെ ഉണ്ടായെന്നറിഞ്ഞാൽ ശിവേട്ടൻ വെറുതെ ഇരിക്കില്ല. വേണ്ട, ഇന്നത്തോടെ അല്ലെങ്കിൽ നാളെ രാവിലെ കൊണ്ട് അവരെല്ലാം പോകും. അതുവരെ ഇപ്പോഴുള്ള സന്തോഷം താനായി കളയാൻ പാടില്ല. വന്നവരിൽ പലരും സ്നേഹമുള്ളവരാണ്. തന്നോട് എത്ര കാര്യമായാണ് അവർ സംസാരിച്ചത്. അവർ വന്ന് ചോദിച്ചെങ്കിൽ എന്താ? ഞാൻ കണക്കിന് തിരിച്ചു കൊടുത്തിട്ടില്ലേ? അത് മതി. അവർക്കുള്ള മറുപടി കൊടുക്കുകയും ചെയ്തില്ലേ? നീ എന്താ തന്നെ നിന്ന് പിറപ്പിറുക്കുന്നത്? ഓ ഒന്നുമില്ല. ശിവേട്ടൻ എപ്പോൾ കയറി വന്ന് റൂമിൽ? ഞാനൊരു 10 മിനിറ്റ് എൻ്റെ ഫോൺ മുറിയിൽ വെച്ചിട്ടില്ലേ താഴേക്ക് പോയത്. ആരെങ്കിലും വിളിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അതെടുക്കാൻ കയറി വന്നതാ. നീയോ? ഞാൻ ശിവേട്ടനെ കഴിക്കാൻ വിളിക്കാൻ. അമ്മയാ പറഞ്ഞത് റൂമിലേക്ക് പോന്നിട്ടുണ്ടെന്ന്. അമ്മ പറഞ്ഞു നമ്മളോട് കഴിക്കാൻ വേണ്ടി താഴേക്ക് ചെല്ലാൻ. എല്ലാവരും നമ്മളെയും നോക്കി കാത്തിരിക്കുക. എനിക്കും വിശക്കുന്നുണ്ട്. വാ നമുക്ക് കഴിച്ചിട്ട് വരാം. നിൽക്ക്, ഞാൻ ഫോൺ എടുക്കട്ടെ. പറഞ്ഞുകൊണ്ടവൻ മേശപ്പുറത്തുനിന്ന് ഫോണും എടുത്ത് അവൾക്കൊപ്പം താഴേക്കിറങ്ങിപ്പോയി. ഇറങ്ങും മുന്നേ വാതിലടയ്ക്കാനും മറന്നില്ല. ഭദ്ര പറഞ്ഞതുപോലെ എല്ലാവരും കഴിക്കാൻ അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. താഴെ മുറ്റത്തിട്ട് വലിയ പന്തലിൽ എല്ലാവരും തന്നെ ഇരുന്നിരുന്നു. അവിടെ തന്നെ ശിവനും ഭദ്രയ്ക്കും ഇരിക്കാൻ പ്രത്യേകം സ്ഥലം ഒരുക്കി വെച്ചിരുന്നു. ശിവൻ്റെ കൈവിടാതെ അവനൊപ്പം അവളിരുന്നു. എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവർക്ക് അവളും തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അവൾക്കടുത്തേക്ക് വെച്ച പ്ലേറ്റിൽ വിളമ്പാൻ ആളെത്തിയതും ഭദ്ര മെല്ലെ തലയുയർത്തി നോക്കിയതും അവളുടെ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് തിളങ്ങി. അർജുൻ, നീ എപ്പോൾ വന്നടാ? സത്യം പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് അവനെ വിളിക്കാൻ തന്നെ വിട്ടുപോയിരുന്നു. അവൻ വരുമെന്ന് അറിയാമായിരുന്നു. എങ്കിലും എപ്പോൾ എങ്ങനെയെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ രാവിലെ മുതൽ അവൻ ഓരോ ഓട്ടമായിരുന്നു കൊണ്ട് ക്ഷീണം കൊണ്ട് എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് കരുതിയിരുന്നു. അവനെ ഒന്നിനും അകറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല. ഒരു സഹോദരനായും അച്ഛനായും സുഹൃത്തായുമൊക്കെ ഒരേ സമയം തൻ്റെ ജീവിതത്തിൽ ഉള്ളവനാണ്. ആരൊക്കെ വന്നാലും പോയാലും അവൻ മാത്രം എന്നും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ആ ഒരാളെ ഒരിക്കലും ഒന്നിൻ്റെ പേരിലും നഷ്ടപ്പെടുത്താനും വയ്യ. ആ ഒരാൾ മാത്രം മതി ഒരുപാട് പേർക്ക് പകരം തൻ്റെ ജീവിതത്തിൽ. എന്താടി ഉണ്ടക്കണ്ണി തുറച്ചു നോക്കുന്നത്? എപ്പോൾ വന്നു നീ? വന്നിട്ട് കുറച്ചു നേരമായി. നീ നിൻ്റെ കെട്ടിയവൻ്റെ കൂടെ എന്തെങ്കിലും മിണ്ടിപ്പറഞ്ഞിരിക്കുവാണെന്ന് കരുതിയാ വിളിക്കാഞ്ഞത്. നിങ്ങളെ ഇന്ന് ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇന്നൊരു ദിവസം മാത്രം. അർജുൻ കളിയാക്കും പോലെ പറഞ്ഞതും ഭദ്ര അവനെ നോക്കി കണ്ണുരുട്ടി.
ഉച്ചയ്ക്കോ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും വിളമ്പിത്താ ചെക്ക. അവൾ കൊഞ്ചലോടെ പറഞ്ഞതും അർജുൻ അവളുടെ പ്ലേറ്റിലേക്ക് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം വിളമ്പിക്കഴിഞ്ഞിരുന്നു. ഇതെല്ലാം കണ്ട് ചിരിയോടെ ശിവൻ അവരെ നോക്കി തൊട്ടടുത്തും ഇരിപ്പുണ്ട്.